ഞാനങ്ങ് പേടിച്ചു പോയി. ഈ പ്രാന്തന്മാരുടെ മുറിക്ക് ഒരു പ്രത്യേകമാണ് അല്ലേ? അതേനെ പഴകിയ ഒരു ഇരുമ്പിന്റെ ഇല്ലേ? മരിച്ച കണ്ണീരിന്റെ മണം, ഒരു കൊച്ചുടുപ്പിന്റെ പിന്നെ ഇത് വെറും ജോലികളല്ല, ഇതെന്റെ കൂട്ടുകാരാ. പിന്നെ എന്റെ പൊന്നോമന മക്കളും ഇവരെന്നോട് സംസാരിക്കും, എനിക്ക് കേൾക്കാം. രാത്രിയാകുമ്പോഴത്തേക്ക് പേടിച്ചു പോയി. എന്തിനാ പറയുന്നത്? നിനക്ക് വശിക്കുന്നു. ഞാനേ അതിനാണ് ഇത് ഇവന്മാർ ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നു. കഴിച്ചോ? പതുക്കെ കഴിച്ചാ മതി, നിങ്ങളെ ആരും പിടിച്ചോണ്ട് പോകില്ല. പതുക്കെ കഴിച്ചാ മതി, ബാക്കിയുള്ളത് ഞാനും കഴിച്ചേക്കാം. പിന്നെ കഴിച്ചിട്ട് രണ്ടുപേരും നല്ല കുട്ടിയായിട്ട് തുടങ്ങിക്കോളൂ കേട്ടോ. അല്ല അതെന്താ ഉറങ്ങാത്ത? ഉറക്കം വരുന്നില്ലായിരുന്നു. എന്നാല് ഞാനൊരു കഥ പറയട്ടെ. കഥ രണ്ടുപേർക്ക് ഇഷ്ടമല്ല, കഥ കേട്ടുറങ്ങിയാലും. ഒരിക്കൽ ഞാനൊരു ദൂരെ യാത്രയിലേക്ക് വരുന്നത്. നല്ല മഴയുണ്ടായിരുന്നു, നല്ല ഇരുട്ടും. ഞാൻ ബസ് ഇറങ്ങി ഇങ്ങനെ നടന്ന് നീങ്ങുകയായിരുന്നു. അപ്പോഴത്തേക്ക് ഒന്ന് ദൂരെ നിന്ന് രണ്ട് കുട്ടികളെ കരച്ചു. ഒരമ്മയ്ക്കും വേണ്ടാത്ത രണ്ട് കുട്ടികൾ, അവർക്ക് ചുറ്റും അവരെ വേട്ടയാടാൻ നിൽക്കുന്ന കഴുകന്മാർ. ഇങ്ങനെ രക്ഷിക്കുക. എല്ലാ രാത്രികളും പോലെ ഇരുട്ട് കുട്ടികളെ തേടിയെത്തുന്നത് വേട്ടക്കാം ഇല്ല. എന്റെ കുട്ടികളെ കൂടെ ഞാൻ സമ്മതിക്കുന്നു. എന്റെ കുട്ടികളെ കൂടെ ഞാൻ സമ്മതിക്കത്തില്ല. പോലീസിനെ വിളിച്ചത്. പോലീസ് കുട്ടികൾക്ക് ഭയം സാധാരണയാണെന്നാണ് എല്ലാരും പറയുന്നത്. കുട്ടികൾക്ക് ഭയം സാധാരണയാണോ? ഒരു കുട്ടി പേടിച്ച് കരയുന്നത് സാധാരണയാണ്. വിശന്ന് കരയുന്നത് സാധാരണയാണ്. സ്കൂളിൽ പഠിക്കുന്ന പ്രായത്തില് ഇരുട്ടിനെ പേടിച്ച് ജീവിക്കുന്നത് സാധാരണയാ.
സ്കൂളിലോ, അതോ വീട്ടിലോ, അതോ റോട്ടിലോ, അനാഥാലയത്തിലോ? ഓരോ വാർത്തയിലും ഒരു കുട്ടിയുടെ കരച്ചിലില്ലേ, ഒരു മൊബൈൽ സ്ക്രീനിൽ ഒരു കുട്ടിയുടെ പേടിയില്ല. മനുഷ്യൻ കുട്ടികളെ സ്നേഹിക്കുന്നില്ല, അവനവനെ ഉപയോഗിക്കുകയാണ്. ഒരു കളിപ്പാട്ടം പോലെ, ഒരു വാർത്ത പോലെ, ഒരു ശരീരം പോലെ. ഞാൻ ജീവിച്ചിരിക്കുന്ന ഈ രാത്രിയിൽ എന്റെ കുട്ടികളെ ഞാൻ സമ്മതിക്കില്ല. അവർ വീണ്ടും വരും. നിങ്ങളെ കൊണ്ടുവന്നു പിച്ചിച്ചീന്റെ തെരുവിലേക്ക് വലിച്ചെറിയും. പേടിക്കണ്ട, നമുക്ക് ഉറങ്ങിയാലോ?